ഹലോ, ഇന്ന് നമ്മളൊരു അടിപൊളി ചോക്ലേറ്റ് പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗളിൽ കുറച്ച് പാല് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ പാലിലേക്ക് ഒരു പീസ് ബട്ടർ ആഡ് ചെയ്യുക. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അത് ബോയിൽ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് ബോയിലായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കൊക്കോ പൗഡറിൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കട്ട കുത്താതെ ഇളക്കി കൊടുക്കുക. അത് ഇളക്കി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായി തിക്കാകും. അപ്പോൾ ഞാൻ അതിലേക്കൊരു മിൽക്ക് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ചെറിയ പീസസ് ആക്കി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അത് ഈ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി എത്തുമ്പോൾ അത് വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്യും. അതിനുശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് വെറുതെ പറയുന്നതല്ല, ഭയങ്കര ടേസ്റ്റാണ്. ഇത് എനിക്ക് തോന്നിയത് ഡ്രീം കേക്കൊക്കെ കഴിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ ലെയർ ഇതിലില്ല എന്ന് മാത്രം. ഇത് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്